കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. ഹോസ്പിറ്റലിൽ പോയ ആൾക്കാരെ കാണില്ലല്ലോ. എന്നാലും അച്ഛനെ പട്ടി കടിച്ചു കളഞ്ഞല്ലോ അമ്മ. ഇപ്പൊ വല്ല പേവശബാധയൊക്കെ ഉണ്ടെങ്കിലേ പണി കിട്ടൂട്ടാ. ഇപ്പൊ പറയണത് പട്ടി കടിച്ചു ആ മുറിവ് ഉടനെ കഴുകണം എന്നാ. അമ്മ അമ്മ ഈ കൊച്ചു പറയണേട്ടാ അച്ഛൻ ഇഞ്ചക്ഷൻ എടുത്തിട്ട് വരുമ്പോഴത്തേക്കും എനിക്ക് ഐസ്ക്രീം കൊണ്ടുവരുമോന്ന്. അച്ഛൻ ഇഞ്ചക്ഷൻ എടുത്തിട്ട് വരുമ്പോഴത്തേക്കും കൊണ്ടുവരുമോന്ന് എനിക്കറിയില്ല. പക്ഷെ അച്ഛന്റെ കൂടെ പോയിരുന്നെങ്കിൽ നിനക്ക് കിട്ടിയേനെ. എന്തോന്ന് ഐസ്ക്രീമാ? ഐസ്ക്രീം അല്ല, ഇഞ്ചക്ഷൻ. ഒന്ന് പോമ്മ, എനിക്ക് പേടിയാ. ഇപ്പൊ ഈ തെരുവോട്ടികളുടെ ശല്യം ഉണ്ടല്ലോ ഭയങ്കര കൂടുതലാണ്. പുറത്തേക്ക് ഇറങ്ങുമ്പോ സൂക്ഷിക്കണോട്ടാ. കേക്കണ്ട പറയണ? ഞാൻ സൂക്ഷിക്കാറുണ്ട്. ദേ ഇവളാണ് ഒന്നും പറയാതെ പുറത്തോട്ടൊക്കെ ഇറങ്ങി പോണത്. എത്തിയല്ല. ഇഞ്ചക്ഷൻ എടുത്താ? എടുത്തേ. അമ്മ ഇനി 3 ദിവസം കഴിയുമ്പോൾ ഒരെണ്ണം എടുക്കണം. അത് കഴിഞ്ഞ് 7 ദിവസം കഴിയുമ്പോൾ ഒരെണ്ണം എടുക്കണം. അത് കഴിഞ്ഞ് പിന്നെ 14 ദിവസം കഴിയുമ്പോൾ ഒരെണ്ണം എടുക്കണം. അത് കഴിഞ്ഞ് 28 ദിവസം കഴിയുമ്പോൾ ഒരെണ്ണം എടുക്കണം. എന്തുവാടാ ഇത്? ഈ കോഴ്സ് ഇതേപോലെ തന്നെ ഫോളോ അപ്പ് ചെയ്യണം. ഈ എല്ലാ ദിവസവും ഓരോരോ കുത്തുകുത്തനൊക്കെ നല്ലതേ. ഈ ഒറ്റ കുത്തുകുത്തി അങ്ങ് തീർത്ത് കെട്ടിയെങ്കിൽ മതിയായിരുന്നു. ഇനി ഗുളികളൊന്നും ഇല്ലേടേ. 8ന്റെ പണിയാണ് കിട്ടിയത്. അമ്മ പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ആ ചായക്കടയിൽ ജംഗ്ഷനിലെ ചായക്കടയിലെ മാമൻ പറഞ്ഞ് ഈ പട്ടി കടിക്കുന്നവർക്ക് പഞ്ചായത്ത് വഴി കാശ് കൊടുക്കുന്നുണ്ടെന്ന്. ഇപ്പോഴല്ല, പണ്ടേ ഉള്ള പരിപാടിയാ. ആണോ? ഇതൊരു പുതിയ അറിവാണല്ലോ. ആണോ ബാലു? എന്തായാലും കടിച്ച് നീ പൈസ വാങ്ങിച്ചെടുത്തിൻ്റെ കാര്യം. ഗവൺമെൻറ് ജനങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്ന് അറിയാമോ? അതെ, ആ ഓഫീസിൽ നമ്പർ ഉണ്ടാടെ. എൻ്റെ ഉണ്ട് എൻ്റെ മറ്റേ അസോസിയേഷൻ്റെ സെക്രട്ടറി ഓഫീസിൽ നമ്പർ തന്നു, ഒന്ന് വിളിക്കണം. അല്ല, എത്ര രൂപ കിട്ടും ഇത്? അതറിഞ്ഞിട്ടാണ് അതിൽ നിന്ന് പങ്കുവറ്റാൻ വരാൻ. എത്ര കിട്ടോടാ? ഒരു 1 ലക്ഷം രൂപ വരെ കിട്ടാൻ സാധ്യതയുണ്ട്. അയ്യോ, അത്രയൊക്കെ കിട്ടുമോ? ഓ, അച്ഛനെ സമ്മതിക്കണം. ഇതാണ് പറയുന്നത് ആന ചത്താലും ജീവിച്ചാലും കാശാ. ആനി അല്ലച്ചാ, ഈ ഒരു കടിക്കാണോ 1 ലക്ഷം രൂപ? ആയിരിക്കും. അയ്യോ, അപ്പൊ 2 കടിക്ക് 2 ലക്ഷം രൂപ അല്ലേ? ഇത് ഒരു കടിയിലേ കടിച്ചോളൂ. ചെന്നം പിന്നെ കടിച്ചിരുന്നെങ്കിൽ എത്ര ലക്ഷം രൂപ കിട്ടിപ്പോനെ. എന്തോ പറയണത്? നല്ല തന്നെ അവിടെ ഒറ്റ കടി. അച്ഛൻ വിളിച്ചോ കച്ചാ. ഹലോ, പട്ടി കടിക്കുന്ന ഓഫീസല്ലേ? അല്ല, പട്ടി കടിച്ച ഒരു വന്ന് പറയണ ഓഫീസല്ലേ? ഇത് എവിടെ? വാഴക്കലയുണ്ടോ? ഓഹോ, അപ്പോൾ കേരളത്തിൽ ഒറ്റ ഓഫീസുള്ള എറണാകുളത്ത്. അപ്പോൾ മലപ്പുറവും കാസർഗോഡും കണ്ണൂരും ഒരു പട്ടി അടിച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്ന് എടുക്കണോ? അല്ല, എനിക്ക് ഇപ്പോൾ പൈസ കിട്ടും. അല്ല, എന്നെ കടിച്ച് ആപ്ലിക്കേഷനൊക്കെ ഉണ്ടോ? അത് ശരി. അത് ഒരു കടിക്ക് എത്ര രൂപയാണ്? ഒരു കടിക്ക് ആണോ? എത്ര അടി അടിച്ചാലും ഒന്നേ ഉള്ളൂ. ശരി ഓക്കെ. നിങ്ങൾ ഇങ്ങോട്ട് കടിക്കുന്നതിന് ഒന്നാമത് പട്ടി അടിച്ച് കൊണ്ടുപോയിരിക്കുന്നു ഞാൻ. ശരി ഓക്കെ. അതിനിപ്പം പ്രശ്നങ്ങളുണ്ട്. ആപ്ലിക്കേഷൻ കൊടുക്കണം. ആപ്ലിക്കേഷനാ? അവിടെ പോയി കൊടുക്കണോ? അത് എത്രയും പെട്ടെന്ന് കൊടുക്കട്ടെ. കടിച്ച് 1 മണിക്കൂറിന് ചിലപ്പോൾ കൊടുക്കണം രജിസ്റ്റർ ചെയ്യണം അവിടെ. അങ്ങനെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. അപ്പൊ പിന്നെ കാസർഗോഡും മലപ്പുറത്തൊക്കെ ആൾക്കാർ ഇങ്ങനെ 1 മണിക്കൂറിനുള്ളിൽ ഇവിടെ എറണാകുളത്ത് ഒന്ന് കൊടുക്കണം. വിളിച്ചു പറഞ്ഞാൽ അവർക്ക് സമയം നമുക്ക് വിളിച്ചു പറഞ്ഞാൽ പോരാ? അവർക്ക് റൂമൊക്കെ എടുത്ത് കൊടുക്കാം. താമസിക്കാൻ പാടി എടുത്ത് ഞാൻ രജിസ്റ്റർ ചെയ്തിട്ട് വരട്ടെ. ഇല്ല അല്ല അച്ഛൻ പയ്യെ പോച്ചാ. ഇനിയിപ്പോ അച്ഛൻ എന്തായാലും ആ കാശ് ഇട്ടാ സമാധാനം വരത്തില്ല, ഉറപ്പാണ്. അച്ഛൻ ഇപ്പൊ തന്നെ പോകേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അതിന് അങ്ങനെയൊന്നും ഉണ്ടാവില്ലായിരിക്കും അമ്മ. പിന്നെ പറഞ്ഞ പോരായിരുന്നടാ. ആ പൈസ മേടിച്ചിട്ട് വേണം കുറച്ച് ഐസ്ക്രീം വാങ്ങിക്കാൻ. അയ്യോ, നമുക്ക് പിന്നെ ആർക്ക് എന്ത് സംഭവിച്ചാലും സാരമില്ല, ഐസ്ക്രീം കിട്ടിയാൽ മതി. ഇവിടെ അച്ഛനെ പട്ടി അടിച്ചേക്കണം, നമുക്ക് ഐസ്ക്രീം. അമ്മ അതോ അച്ഛൻ വരുന്നു. ഇതെന്താ നടന്നു വരണ ബാലു? അയ്യോ, ലോകം മൊത്തം കറങ്ങിയിട്ടുള്ള വരവാണ്. വാഴക്കാലത്തിയപ്പോൾ പൈസ കയറുന്നു പോയി. പിന്നെ അവിടെ ഇങ്ങോട്ട് നടന്നു. ഈ വയ്യാത്ത കാലം വെച്ചാണ് നടക്കണത്. പിന്നെ നടക്കാതെ എന്തായി പോയ കാര്യം? അതെ, ടൗൺ ഓഫീസിൽ നിന്ന് ചെന്നപ്പോ ആദ്യം ടൗൺ ഓഫീസിൽ പോയി. അപ്പൊ സംഭവം കറക്റ്റ് തന്നെ, ശരി തന്നെ, പൈസ കിട്ടും. കിട്ടുമോ? അവിടെ തന്നെ കിട്ടൂ? ഇല്ല, അവിടെ കിട്ടൂല. ആപ്ലിക്കേഷൻ കൊടുത്തു. അവിടെ നിന്ന് കിട്ടൂലേ? അതെങ്ങനെ? അത് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട ഓഫീസല്ലേ? ഇവിടെ വെച്ച് പട്ടി അടിച്ച് നന്നായി. നീ വെച്ച് പട്ടി അടിച്ചില്ല. അല്ല, അപ്പൊ പൈസ എങ്ങനെ വരും? അക്കൗണ്ട് ഇട്ട് തരൂ? പൈസ ഇപ്പൊ ഏത് പഞ്ചായത്ത് വെച്ചാണോ പട്ടി അടിക്കുന്നത് ആ പഞ്ചായത്തിൽ നിന്ന് പൈസ ഇട്ടുള്ളൂ. ആ ആപ്ലിക്കേഷൻ അവർ ഇങ്ങോട്ട് ഫോം ഇങ്ങോട്ട് അയക്കും, പഞ്ചായത്ത് ഓഫീസോട്ട് അയക്കും. അപ്പൊ അച്ഛനെ ഏത് പഞ്ചായത്ത് വെച്ചിട്ട് പട്ടി അടിച്ചേ? അയ്യോ, എന്റെ സൈറ്റ് എന്ന് പറഞ്ഞാൽ ചോറ്റാനിക്കരാണ് വിചാരിച്ചത്. ചോറ്റാനിക്കര പഞ്ചായത്തിലാണ് വിചാരിച്ചത്. അവിടെ ചെന്നപ്പോ അതല്ല, മറ്റേ പഞ്ചായത്ത് എടക്കാട്ട് വയൽ പഞ്ചായത്തിലാണെന്ന്. പിന്നെ അവസാനം 2 കൂടെ കയറി ഇറങ്ങി അവർ സ്ഥിരീകരിച്ച് എടക്കാട്ട് പഞ്ചായത്തിൽ വെച്ചാണ് എന്നെ പട്ടി കടിച്ചത്. പട്ടി കടിച്ചതിന് അവർക്ക് തെളിവ് വേണം.
ആഹാ അപ്പൊ സാക്ഷിയും കടിച്ച പട്ടിയും വേണം. ആ രണ്ടും വേണ്ട, വാക്സിനേഷൻ എടുത്ത സർട്ടിഫിക്കറ്റ് മതി. ആ ഞാൻ ഒപ്പിച്ചു. നല്ല ടാസ്ക് ആയിരുന്നല്ലേ? എന്റെ അമ്മോ ചെന്നപ്പോ 2 പട്ടി ഒന്ന് തന്നെ കുരച്ചോണ്ടിരിക്കുന്നു. ആണോ? ഓ അവിടെയും പട്ടി? ഞാൻ ഓട്ടിച്ചു. നമ്മളെ ഓഫീസിന്റെ അവിടെ തെരുവ് പട്ടിയുടെ ശല്യം ഭയങ്കരമാണ്, ഇഷ്ടം പോലെ ഉണ്ട്. നമ്മുടെ ഗവൺമെന്റ് ഈ പ്രശ്നക്കാരായ പട്ടിനെയൊക്കെ കൊല്ലാൻ വേണ്ടിയിട്ട് സുപ്രീം കോടതിയിൽ നിന്ന് ഓർഡർ മേടിക്കാനുള്ള പരിപാടിയൊക്കെ ഉണ്ട്. അതങ്ങനെ ഈ പ്രശ്നക്കാരായ പട്ടി എങ്ങനെ തിരിച്ചറിയും? ഈ പട്ടി ആരെങ്കിലും കടിച്ചിട്ടുണ്ടോ അതോ ഇനി കടിക്കാൻ സാധ്യതയുണ്ടോ എങ്ങനെ അറിയും? അടിപൊളി. അപ്പൊ ഇനി പട്ടിക്ക് സ്വഭാവ സർട്ടിഫിക്കറ്റ് ഒക്കെ വേണ്ടി വരുമോ? ചില പട്ടികളെ ഭയങ്കര സൈലന്റ് ആയിരിക്കും, പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോ തന്നെ പെട്ടെന്ന് വയലന്റ് ആവും. അമ്മ വന്ധികരണം എന്തായാലും ഉടനെ ഉണ്ടാവും. വന്ധിക്കരണം വന്ധികരണം വന്ധീകരണം. ആ എന്തെങ്കിലും ഉണ്ടായില്ലെങ്കിൽ പട്ടി ആൾക്കാരെ കടിച്ച് വന്ധീകരണം നടത്തും. ഞാൻ തന്നെ ഈ വഴി കൂടെ നടക്കുന്നില്ല, ഫുൾ ഓട്ടോയിലായിരിക്കും. അല്ലെങ്കിൽ നീ എപ്പോഴാ നടന്നിട്ടുള്ളത്? എപ്പോഴും ഓട്ടോയിലല്ലേ പോക്കും വരും ഒക്കെ. നോക്കിക്കോ, എന്നെ കടിച്ച പട്ടി സൈറ്റിലെങ്ങാനും വെച്ച് ഞാൻ കണ്ട ഓടി തള്ളിക്കളായി. ഈ പട്ടികൾക്ക് ഒരു സ്വഭാവമുണ്ട്, കടിച്ച ആൾക്കാരെ വീണ്ടും വീണ്ടും കടിക്കും. ഒരു ത്വരയുണ്ട്, ത്വര. ചായ ഇട്. പിടിക്കണ ഇത്ര നേരം പിടിച്ചാലോ വന്നത്? ഒറ്റയ്ക്ക് നടന്നു വന്നത്? ഇനി പിടിക്കാൻ നടന്നാണോ വന്നത്? വാഴക്കാലി നടന്നാണ് വന്നത് ഇവിടെ വരെ. എന്നാ പിന്നെ അയ്യോ പൈസ ഉറപ്പ് കേട്ടാ. പാറുവേ നീ അവിടെ തന്നെ നിന്നോട്ടാ, പട്ടി വരുമ്പോ ഹായ് ഒക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് വന്നാ മതി. അതെ തന്നെ. വന്നേ വാ.